ഞാനത് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ച ഓപ്പറേഷൻസുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാം. അപ്പോൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ഓപ്പറേഷനെ പറ്റി മാത്രം പഠിക്കുന്നുള്ളൂ. അപ്പോൾ റോ ഓപ്പറേഷൻസ് 3 തരത്തിലുണ്ട്, 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 റോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാം. റോ ഓപ്പറേഷനിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ith റോയും jth റോയും തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ith റോയും jth റോയും തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: RI ഇന്റർചേഞ്ച് R ചേഞ്ച്. ഇങ്ങനെ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം. 2 സൈഡിലും ആരോ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എനി റോ ബൈ എനി നോൺ സീറോ നമ്പർ. അപ്പോൾ ഏതെങ്കിലും ഒരു റോയിലെ മൊത്തം എലമെന്റ്സ് എടുക്കുക, അതിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്, ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത ഓപ്പറേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ith റോയിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. ith റോയിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ith റോയിലെ എല്ലാ എലമെന്റിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആ ഓപ്പറേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: RI എന്ന് പറയുന്നത് അപ്പൊ എന്തായി മാറും? KRI ആയി മാറും. RIയിലെ എല്ലാ എലമെന്റ്സിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഇങ്ങനെയായി മാറും. നമ്മൾ അതിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക: RI ചേഞ്ചസ് ടു KRI. ഇതാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ. മൂന്നാമത്തെ ഓപ്പറേഷൻ അറിയാം: the addition to the elements of any row, the corresponding elements of any other row multiplied by any number. ഇങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ 2 റോസ് എടുക്കാം. ith റോയും jth റോയും ഉണ്ട്. അപ്പൊ jth റോയിലെ എലമെന്റിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യാം? ith റോയിലെ എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനത്തെ ഓപ്പറേഷനും പറ്റും. തേർഡ് പ്രോപ്പർട്ടി കാണുന്നില്ലായിരുന്നു അല്ലേ? ദ അഡീഷൻ ടു ദ എലമെന്റ്സ് ഓഫ് എനി റോ, ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി അതർ റോ മൾട്ടിപ്ലൈഡ് ബൈ എനി നമ്പർ എന്ന് പറഞ്ഞാൽ ദ അഡീഷൻ ഓഫ് k ടൈംസ് ദ jth റോ ടു ദ ith റോ വിൽ ബി ഡിനോട്ടഡ് ബൈ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക: RI ഗോസ് ടു RI പ്ലസ് KRJ. ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓരോ ഓപ്പറേഷന് ഞാൻ എക്സാമ്പിളുകൾ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ 2 റോ ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മെട്രിക്സ് എടുത്തിട്ട് ചെയ്യാം നമുക്ക്. എക്സാമ്പിൾ ഒരു മെട്രിക്സ് A = 1 2 3 2 1 2 1 0 1. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ എന്തായിരുന്നു? 2 കോളം ഇന്റർചേഞ്ച് ചെയ്യുന്നു, 2 റോ ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 3 റോസാണ് ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് റോയും തേർഡ് റോയും ഇന്റർചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അതിനെ എങ്ങനെ എഴുതും? R1 ഇന്റർചേഞ്ച് R3. അത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മെട്രിക്സ് കിട്ടും? ഫസ്റ്റ് റോയ്ക്ക് പകരം തേർഡ് റോയാണ് എഴുതേണ്ടത്. 1 0 1. സെക്കൻഡിന് ഒരു മാറ്റമില്ല. 2 1 2 1 2 3. ഇതാണ് 2 റോയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ സെക്കൻഡ് അല്ല ഫസ്റ്റ് ഇപ്പൊ കിട്ടിയതിൽ ഫസ്റ്റ് റോ ഇതാണ് കേട്ടോ. ഇനി ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് R1 ആയിട്ട് എടുക്കുക. അപ്പൊ ഇനി ഇതില് ഫസ്റ്റ് റോയിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇതേ മെട്രിക്സിൽ തന്നെ ഞാൻ പറയാം: ഇത് R1, ഇത് R2, ഇത് R3. ഇനി ഈ മെട്രിക്സിൽ തന്നെ പറയാം. ഈ മെട്രിക്സിൽ ഈ തേർഡ് റോയിനെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ R3 തന്നെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. R3 എന്ന് പറയുന്നത് 2 R3 ആക്കി. അപ്പൊ ഇനി മെട്രിക്സ് എഴുതാം. എന്തുവരും? 1 2 3. ഈ മെട്രിക്സ് തന്നെ എഴുതുന്നത് 2 1
2. അതിന് ഒരു മാറ്റമില്ല, R3ക്ക് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 0 2. ഇതാണ് രണ്ടാമത്തെ പറഞ്ഞ ഓപ്പറേഷൻ. ഇനി മൂന്നാമത് പറഞ്ഞ ഓപ്പറേഷൻ എന്തായിരുന്നു? ഒരു റോയിലെ എലമെന്റിനോട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത റോയിന്റെ കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ മാറ്റാൻ പോകുന്നത് സെക്കൻഡ് റോയ. R2 എന്ന് പറയുന്നത് R2ന്റെ കൂടെ R3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും നോക്കാം. അപ്പൊ ഇവിടെ മാറ്റമുള്ളത് R2ന് മാത്രമേ ഉള്ളൂ. R1ന് മാറ്റമില്ല, 1 2 3. R3ക്ക് മാറ്റമില്ല. ഇനി എന്ത് ചെയ്യാം, R2ന്റെ കൂടെ R3 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ R2 എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × R3 വരുമ്പോൾ ഇവിടെ 2 0 2 വരും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതിയാൽ മതി. അതല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 + 2 4 വരും. ഇവിടെ 0 + 1 1. ഇവിടെ 2 + 2 4. അപ്പൊ അത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. R2ന്റെ കൂടെ 2 കൊണ്ട് R3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് എന്താവും? 2 0 2. ഇനി ഇത് രണ്ടും കൂടെയാണ് ആഡ് എഴുതുന്നത് ഇവിടെ എഴുതുന്നത്, R2ന്റെ ഭാഗത്ത് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ 3 ഓപ്പറേഷൻസ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? റോ ഇക്വലന്റ് മെട്രിക്സ്. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ്, we say that two matrices we say that two matrices are row equivalent if one can be obtained from the other through a sequence of elementary row operations. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ എലമെന്ററി റോ ഓപ്പറേഷൻസ് പല ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മെട്രിക്സ് കിട്ടുകയെന്ന് വിചാരിക്കാം. പല ഓപ്പറേഷനുകൾക്ക് ശേഷം കിട്ടുന്ന ആ മെട്രിക്സും ഫസ്റ്റ് നമ്മൾ എടുത്ത മെട്രിക്സും എന്തായിരിക്കണം? റോ ഇക്വലന്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെയാണ് നമ്മൾ ഇതുപോലെ എലമെന്ററി റോ ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെ പല ഓപ്പറേഷനുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. അപ്പോൾ ബി എന്ന് പറഞ്ഞ കുറെ എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും A is said to be row equivalent to B. A is said to be row equivalent to B. അതിനെ നമ്മൾ പറയാം A ഇങ്ങനെയാണ് സിംബലൈസ് ചെയ്യുക, A equivalent to B. ഇതിനെ കോൾ ചെയ്യുക A is equivalent to B എന്ന് പറയും. അപ്പൊ പല എലമെന്ററി ഓപ്പറേഷൻസുകൾക്ക് ശേഷം കിട്ടുന്ന രണ്ട് മെട്രിക്സുകൾ റോ ഇക്വലന്റ് ആന്ന് പറയും, അല്ലെങ്കിൽ ഇക്വലന്റ് ആന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. റിഡക്ഷൻ എന്താണ്? അപ്പോൾ the procedure of carrying out elementary row operations on a matrix to obtain a row equivalent matrix is called row reduction. എന്ന് വെച്ചാൽ നമ്മൾ ഈ എലമെന്ററി ഓപ്പറേഷനുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ റോ ഇക്വലന്റ് ആയിട്ടുള്ള മെട്രിക്സ് കിട്ടും. അപ്പൊ ആ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്, ആ പ്രൊസീജിയറിനെ നമ്മൾ പറയുന്നത് റോ റിഡക്ഷൻ. നമ്മളതിനെ പറയാ റോ റിഡക്ഷൻ. ഇനി റോ ഓപ്പറേഷൻ എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മൾ റോ റെഡ്യൂസ് ചെയ്യാന്ന് പറയാം. റോ റെഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത്. റോ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? റോ ഇക്വലന്റ് മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് എടുക്കാം. എ എന്ന് പറയുന്നത് 1 1 0 2 ആണെന്ന് ഇരിക്കും. അപ്പൊ ഈ മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ് ചെയ്യാൻ പോണ്. അപ്പോൾ ഫസ്റ്റ് അപ്പൊ ഇനി എന്ത് ഓപ്പറേഷൻ ചെയ്താലും നമ്മൾ അതെന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ആദ്യം ഈ മെട്രിക്സ് എഴുതുക, 1 1 0 2 എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക. ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ ഇവിടെ എഴുതാം. പിന്നെ നമ്മൾ R1 R2 ഇന്റർചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ R1 R2 ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാൻ പോകും ഇവിടെ. അപ്പൊ 0 2 1 1
അപ്പൊ അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? ഇത് ഈ എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഇതിനോട് ഈക്വലന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ. ഇനി ഇതന്നെ ചെയ്യാൻ പോവാം. അപ്പൊ അടുത്ത ഈ മെട്രിക്സിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ പോവാ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇപ്പൊ കിട്ടിയതിൽ R2 ഇതാണ്. അപ്പൊ R2 എന്ന് പറയുന്നത് നമ്മൾ എന്താക്കുക? ഒരു 2 × R2 ആക്കി. അപ്പം ഇതില് ഫസ്റ്റ് എലമെന്റ് എഴുതി, ഫസ്റ്റ് റോ എഴുതി, സെക്കൻഡ് റോയിൽ എന്താക്കി മാറ്റി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതാണ് നമ്മുടെ മെട്രിക്സ് കിട്ടിയത്. അപ്പൊ 2 ഓപ്പറേഷൻ മതി. ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ ഇപ്പൊ ഇത് എഴുതുന്നില്ല. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ ഈ മെട്രിക്സ് എന്താ? ഇത് A ആണ്. ഈ മെട്രിക്സിനെ നമ്മൾ B ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് പറയാം? എയും ബിയും ഈക്വലന്റ് ആണ്. പിന്നെ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ എയിൽ നിന്ന് ബി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പ്രൊസീജിയറിനെ നമ്മൾ പറയുന്നത് റോ റിഡക്ഷൻ. നമുക്ക് എയിൽ നിന്ന് റോ റെഡ്യൂസ് ചെയ്ത് കിട്ടിയ മെട്രിക്സ് ആണ് ബി അല്ലെ. 2 ഓപ്പറേഷനെ ചെയ്തിട്ടുള്ളൂ. ഇനി വേറെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. വേറെ മെട്രിക്സ് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പറേഷൻസുകൾ ഇതിൽ ചെയ്യുക. അപ്പൊ ഈ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് റോ റിഡക്ഷൻ എന്നാ പറയാ. അപ്പൊ ഇനി ഈ റോ റെഡ്യൂസ് ചെയ്യുന്നതിന് പലതരം മെത്തേഡുകളുണ്ട്. അപ്പൊ അതിന് ഓരോ പേരുകളുണ്ട്. അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. റോ എക്കലോൺ ഫോം എന്ന് പറയും. അപ്പോൾ നമ്മൾ if the matrix B obtained from a given matrix A by a sequence of elementary row operations is said to be in the row echelon form if ഈ 3 conditions are satisfied. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്ത് കിട്ടുന്ന ബി എന്ന് പറഞ്ഞ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണെന്ന് പറയണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആ കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ, ദ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ എ നോൺ സീറോ റോ ഈസ് 1 എന്ന് പറഞ്ഞാൽ ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി, സീറോ അല്ലാത്ത ഫസ്റ്റ് എൻട്രി, ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അതിൽ സീറോ അല്ലാത്ത ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. രണ്ടാമത്തത്, in consecutive non-zero rows, the first entry 1 in the lower row appears to the right of the 1 in the higher row. അപ്പൊ എന്ന് വെച്ചാല് നമ്മൾ 2 അടുത്തുള്ള റോസ് എടുക്കാന്ന് വിചാരിക്കാം. 2 അടുത്തുള്ള റോസ് എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതില് ഒന്ന് മേലെ ഒന്ന് താഴെയും വരുന്നുണ്ട്. അപ്പൊ ഈ താഴത്തെ റോയില് 1 കാണുന്നത്, ഫസ്റ്റ് 1 കാണുമ്പോൾ താഴത്തെ റോയില് 1 എന്ന് പറഞ്ഞ ഫസ്റ്റ് എൻട്രി കാണുന്നത് മേലത്തെ റോയിന്റെ 1 കാണുന്നതിന്റെ റൈറ്റിലായിരിക്കണം. ഇപ്പൊ ഇവിടെയാണ് ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളത്തിലാണ് നമ്മുടെ 1 വരുന്നതെന്ന് ചോദിക്കാം താഴത്തേല്. അങ്ങനെയാണെങ്കിൽ മേലത്തേല് 1 ഉണ്ടെങ്കിൽ അത് എവിടെ വരണം? ആ 1 ഫസ്റ്റ് കോളത്തിൽ വരണം. ഇതിന് ശേഷം വരേണ്ടത് ഫസ്റ്റ് കോളത്തിൽ വരണം എന്നാണ് അല്ലെ. അപ്പിയേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ ലോവസ്റ്റ് റോ, അപ്പിയേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ 1 ഇൻ ദ ഹയസ്റ്റ് റോ. ഇവിടുത്തെ ഇതിന്റെ റൈറ്റിലേ വരാൻ പാടുള്ളൂ, ഈ താഴെയുള്ളതിലെ 1. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ പറയുമ്പോൾ ഞാനത് ക്ലിയർ ആക്കി തരാം. ഇപ്പൊ 2 റോ അഡ്ജസ്റ്റ്, 2 കോൺസിക്യൂട്ടീവ് നോൺ സീറോ റോസ് ഉണ്ട്. അപ്പൊ അതില് താഴത്തെ റോയില് ഫസ്റ്റ് 1 വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേലത്തെ റോയില് 1 വരുന്നതിന്റെ റൈറ്റ് പൊസിഷനിലേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മേലത്തെ റോയില് ഇതിപ്പോ തേർഡ് കോളത്തിലായിരിക്കുന്നത് ചോദിക്കാം. സെക്കൻഡ് കോളം ഉണ്ട്, ഫസ്റ്റ് കോളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് കോളത്തിലാണ് 1 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നത്തെ റോയിൽ 1 വരണമെങ്കിൽ സെക്കൻഡ് കോളത്തിലും വരാം, ഫസ്റ്റ് കോളത്തിലും വരാം അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്
rows consisting of all zeros are at the bottom of the matrix. അപ്പോൾ ഫുൾ സീറോ ഉള്ള റോസ് ഒക്കെ മെട്രിക്സിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തെ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും മെട്രിക്സ് ബി ഈസ് ഇൻ റോ ഇക്കലോൺ ഫോം എന്ന് പറയും. ഇനിയിപ്പോ ഈ കണ്ടീഷന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റോ റെഡ്യൂസ്ഡ് ഇക്കലോൺ ഫോം എന്ന് പറയും. ഒരു കണ്ടീഷനും കൂടെ ഇതിന്റെ കൂടെ ഈ 3 കണ്ടീഷനും അതുകൂടാതെ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ കണ്ടീഷന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യാം. അത് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അപ്പൊ ഈ റോ ഇക്വലൻ മെട്രിക്സ് ബീനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ ഇക്കലോൺ ഫോമിലാണെന്ന് പറയണമെങ്കിൽ ഈ 3 കണ്ടീഷൻ തൊട്ട് മുന്നേയുള്ള 3 കണ്ടീഷന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ, ഒരു 4th കണ്ടീഷനും കൂടെ ആഡ് ചെയ്യണം. ആ 4th കണ്ടീഷൻ ഇതാണ്, എ കോളം കണ്ടെയ്നിങ് a first entry, a column containing a first entry one has zeros everywhere else. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു കോളം എടുക്കാം. കോളം എടുത്ത് അതിൽ 1 ഉണ്ടെങ്കിൽ ആ കോളത്തിൽ വേറെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കണം, ഫസ്റ്റ് എൻട്രി 1 ആയിട്ടുള്ള ആ കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് താഴോട്ടുള്ളതും മുകളിലേക്കുള്ളതും 0 ആണ്. പിന്നെ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്നും പറഞ്ഞുതരാം ഞാൻ. ഇപ്പൊ ഒരു മെട്രിക്സ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, അത് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മളിവിടെ പറയുന്നില്ല. അപ്പൊ ഞാനൊരു മെട്രിക്സ് എടുക്കുക, 1 1 -1 3 0 1 -2 4 0 0 0 0. അപ്പൊ ഈ മെട്രിക്സ് റോ ഇക്കലോൺ ഫോമിലാണോ അതോ റെഡ്യൂസ്ഡ് ഇക്കലോൺ ഫോമിലാണോ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് റോ ഇക്കലോൺ ഫോമിലാണെങ്കിൽ എന്താ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്? ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ എ റോ ഈസ് 1. ഏത് റോ എടുത്താലും അതിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആവണം. അത് ശരിയാണല്ലോ. ഈ ഫസ്റ്റ് റോ എടുത്തപ്പോൾ അതിലെ നോൺ സീറോ എൻട്രി 1 ആണ്. സെക്കൻഡ് റോ എടുത്തപ്പോൾ അതിലെ നോൺ സീറോ എൻട്രി 1 ആണ്. തേർഡ് റോയിൽ ഫുള്ള് റോ 0 ആണ്. അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് 2 കോൺസിക്യൂട്ടീവ് റോസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഇവിടുത്തെ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എത്രാമത്തെ? ഈ പൊസിഷനിലാണ്. ഇവിടുത്തെ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞത് എത്രാമത്തെ പൊസിഷനിലാണ്? ഇതിന്റെ റൈറ്റ് ഭാഗത്തെ വരുന്നുള്ളൂ അല്ലെ. ഫസ്റ്റ് 1 ഈ കോളത്തിലെ മുകളിലെ റോയിലെ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് താഴത്തെ റോയിലെ ഫസ്റ്റ് 1ന്റെ ലെഫ്റ്റിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റിലേക്ക് അടുത്ത 1 വരുന്നുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞത്? റോ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ സീറോസ് ആർ അറ്റ് ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ്. എല്ലാം 0 വരുന്നത് മെട്രിക്സിന്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഇത് റോ ഇക്കലോൺ ഫോമിലാണുള്ളത്. ഇനി റെഡ്യൂസ്ഡ് ആണോ എന്ന് അറിയാൻ എന്താ പറഞ്ഞത്? റെഡ്യൂസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് എൻട്രി 1 ആയിട്ടുള്ള കോളം എടുത്തു. അതേത് അല്ലെ? റോയിൽ ഫസ്റ്റ് എൻട്രി 1 ആയിട്ടുള്ള കോളം എടുത്തു, അതിലെ ബാക്കിയെല്ലാം 0 ആണ്, പ്രശ്നമില്ല. ഇനി ഇവിടുത്തെ ഫസ്റ്റ് എൻട്രി 1 ആയിട്ടുള്ള ഈ റോയിലാണ് ഫസ്റ്റ് എൻട്രി 1 അല്ലെ. ഈ റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആയിട്ടുള്ള ഇതിന്റെ ഈ കോളം കൺസിഡർ ചെയ്തു. ഈ കോളം കൺസിഡർ ചെയ്തപ്പോ ഇവിടെ മാത്രമേ 1 വരാൻ പാടുള്ളൂ, ഇവിടെ 0 വരണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലെ. ഈ 1 അല്ലാത്ത ബാക്കി എല്ലാ പൊസിഷനിലും 0 വരണം. പക്ഷെ ഇവിടെ 0 അല്ല. അതുകൊണ്ട് ഇത് റെഡ്യൂസ്ഡ് റോ ഇക്കലോൺ ഫോമിലല്ല. ഈ മെട്രിക്സ് ഏത് ഫോമിലാണുള്ളത്? റോ ഇക്കലോൺ ഫോമിലാണുള്ളത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കാം. 1 0 0
7 0 1 0 -1 0 0 0 0. അപ്പോൾ ഈ മെട്രിക്സ് ആദ്യം റോ ഇക്വലോൺ ഫോമിലാണോ നോക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുക, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഇവിടെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, ഇതിലെയും നോൺ സീറോ എലമെന്റ് 1 ആണ്, ഇവിടെ ഇത് മൊത്തം 0 ആണ്, പ്രശ്നമില്ല. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റോകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് റോയിലെ 1ന്റെ റൈറ്റിലാണ് സെക്കൻഡ് റോയിലെ 1 വരുന്നത്, പ്രശ്നമില്ല, അതും ശരിയായി. ഇനി പറഞ്ഞത് 0 ഒക്കെ താഴെ വരണം. അപ്പോൾ ഇത് റോ ഇക്വലോൺ ഫോമിലാണ്. ഇനി റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണോ? അപ്പോൾ ഫസ്റ്റ് 1 വരുന്നതിൻ്റെ ആ കോളം എടുക്കുക, 1 കണ്ടെയ്ൻ ചെയ്യുന്ന ആ കോളം എടുക്കുക, അതിലെ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണല്ലോ, അപ്പോൾ അത് ശരിയായി. ഇനി ഇവിടെ ഫസ്റ്റ് 1 വരുന്നത് ഇവിടെയാണ്, അപ്പോൾ ആ കോളം എടുക്കുക, അതിലെ ബാക്കി എല്ലാ എലമെന്റും എന്താണ്? 0 ആണ്, അപ്പോൾ ശരിയായി. ഇനി ഈ റോ ഇല്ലല്ലോ, ഇനി 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ഇല്ല, ഈ റോ എടുത്ത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ, അല്ല ഈ കോളം എടുത്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് 1 വരുന്ന റോയിലെ ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളമാണ് എടുത്ത് നോക്കേണ്ടത്. ആ കോളത്തിലെ ബാക്കി എലമെന്റ്സ് എല്ലാം 0 ആവണമെന്ന് നോക്കണ്ടേ. അപ്പൊ ഇത് നമ്മുടെ റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണുള്ളത്. റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണുള്ളത്. ഇതാണ് അതിനുള്ള എക്സാമ്പിളുകൾ. ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ എന്തിനാണ്? നമ്മൾ ഇതൊക്കെ +2 ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? +2 എല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ റാങ്ക് കാണാൻ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യൽ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ റാങ്ക് കാണാൻ വേണ്ടി നമ്മൾ ഈ റോ റിഡക്ഷൻ യൂസ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക.